വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് പെരുന്നാൾ. അന്ന് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. അതുവരെ നമ്മോട് നോമ്പ് നിങ്ങൾ നോക്കണം, നിങ്ങൾ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഇസ്ലാം പറയാണ് ഇനി നിങ്ങൾ നോമ്പ് വെക്കാൻ പാടില്ല, അന്നത്തെ ദിവസം തീർച്ചയായും നിങ്ങൾ ഭക്ഷണം കഴിച്ചോളണം എന്ന് പറയുമ്പോൾ അത് ആഘോഷത്തിന്റെ ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്. അന്ന് ഒരുപാട് സുന്നത്തുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. 10 സുന്നത്തുകളുണ്ട്. ഞാൻ പറയുന്നു, ഇതൊക്കെ നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ മുഹൂർത്തമാണ്. ഒന്ന്, പെരുന്നാൾ ദിവസം എന്നത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വലിയ ദിവസമാണ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞ് റമദാനോടാണ് അവസാനിക്കൽ. പെരുന്നാളിന് അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസമായതുകൊണ്ട് ധാരാളം ദുആ ചെയ്യണം. നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും തൗബ ചെയ്യുകയും അല്ലാഹുവോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുകയും ചെയ്യണം. രണ്ടാമത് തക്ബീർ. ആ തക്ബീർ ചൊല്ലാം. ചെറിയ പെരുന്നാളിന്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ മാസം കണ്ടത് മുതൽ ഇമാമിനോട് കൂടെ നമ്മൾ നിസ്കരിക്കുന്ന സമയം വരെ, ആ നിസ്കാരം വരെ ഏത് സമയത്തും ചെല്ലാവുന്ന തക്ബീറാണ്. ബലിപെരുന്നാളിന് അങ്ങനെയല്ല. ബലിപെരുന്നാളിന് അറഫാ ദിവസത്തിന്റെ സുബഹി മുതൽ പ്രത്യേകമായി നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീറുണ്ട്. അത് നിസ്കാരത്തിന് ശേഷം ദിക്റിന് മുമ്പായി ചെല്ലുന്ന തക്ബീർ ചെറിയ പെരുന്നാളിനില്ല. ചെറിയ പെരുന്നാളിന് ഈ സമയത്ത്, ഞാൻ ഈ പറഞ്ഞ സമയത്ത് ചന്ദ്രക്കല ഉദിച്ചത് മുതൽ നമ്മൾ തക്ബീർ ചെല്ലുന്നത് വരെ, അഥവാ ഇമാമിനോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം പെരുന്നാൾ നിസ്കാരം തക്ബീർ ചെല്ലുന്നത് വരെയുള്ള ആ സമയത്ത് ഏത് സമയത്ത് നമുക്ക് ചെല്ലാം. ധാരാളം തക്ബീറുകൾ നമ്മൾ ചൊല്ലി തീർക്കണം. അതുപോലെ അന്ന് സുന്നത്തായ ഒരു കുളി സുന്നത്ത്, ഒരു കുളിക്കുക എന്ന സുന്നത്ത്. നമ്മളൊക്കെ കുളിക്കാറുണ്ട്, കുളിച്ചേനെ ഉസ്താദെ വരാറുള്ളത്. ഓക്കെ, പക്ഷെ ചിലർക്കൊന്നും സുന്നത്ത് കിട്ടിയിട്ടുണ്ടാവില്ല, നെയ്യത്ത് വെച്ചിട്ടുണ്ടാവില്ല. നെയ്യത്ത് വന്നു, ഞാൻ ചെറിയ പെരുന്നാളിന് വേണ്ടി കുളിക്കുന്നു എന്ന നെയ്യത്ത് കരുതിയെങ്കിൽ മാത്രമേ ആ സുന്നത്തായ കുളി നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല അത്തറക്ക പുരുഷണം, സുഗന്ധം പുരുഷുക എന്നത് അത് പ്രത്യേക സുന്നത്താണ്. പുതുവസ്ത്രം ധരിക്കുക എന്നത് സുന്നത്താണ്. അടുത്ത സുന്നത്ത് അത് വെള്ള തന്നെ ആവാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ വില കൂടിയ ഏറ്റവും നല്ല വസ്ത്രം ഏതാണോ അത് ധരിക്കലാണ് അന്ന് ഏറ്റവും സുന്നത്ത്. മറ്റൊരു സുന്നത്ത് നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നതാണ്. ബലിപെരുന്നാളിന് നേരെ ഓപ്പോസിറ്റാണ്. ബലിപെരുന്നാളിന്റെ ജുമുഅ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ സുന്നത്ത്. ചെറിയ പെരുന്നാളിന് അങ്ങനെയല്ല, അതുവരെ നോമ്പെടുത്തല്ലേ. അപ്പൊ അതുകൊണ്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വലിയ ഹെവി ഫുഡൊന്നും കഴിക്കണമെന്നില്ലേ. ഈത്തപ്പഴം കഴിക്കലാണ് അഫ്ളൽ എന്ന് പല കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈത്തപ്പഴം വെള്ളമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, അതൊരു സുന്നത്താണ്. അതുപോലെ നടന്നു പോകുക, ഉളു എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഉളു ചെയ്ത് നടന്ന് ഇങ്ങനെ വരിക. ഓരോ സ്റ്റെപ്പും മഗ്ഫിറത്ത് കിട്ടും. വരുന്ന വഴി ദീർഘിക്കുകയും തിരിച്ചു പോകുന്ന വഴി ഏറ്റവും സിമ്പിളായ റൂട്ടിലൂടെ പോവുകയും ചെയ്യുക. അത് മറ്റൊരു സുന്നത്താണ്. എട്ടാമത്തെ സുന്നത്ത് പെരുന്നാൾ നിസ്കാരം. സുന്നത്തായ നിസ്കാരങ്ങളിൽ 2ാം സ്ഥാനത്തുള്ള നിസ്കാരമാണ്. ഒന്ന് വലിയ പെരുന്നാൾ നിസ്കാരമാണ്, രണ്ടാമത്തെ ചെറിയ പെരുന്നാൾ നിസ്കാരമാണ്. ആശംസ അറിയിക്കുക എന്നത് ഏറ്റവും വലിയ സുന്നത്താണ്. ആശംസ അറിയിക്കുക, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന ആശംസയാണ് ഏറ്റവും നല്ലത്. അവ കാണുന്ന അവസരത്തിൽ എല്ലാവരും കൈകൊടുത്തുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന ആശംസ അറിയിക്കുക. അതുപോലെ മറ്റൊരു സുന്നത്താണ് അന്നത്തെ ദിവസം ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നത്. അന്ന് ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും പുണ്യമുള്ള ദിവസമാണ്. ഹദിയകൾ, സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ അന്ന് വർദ്ധിപ്പിക്കുക. ഈ 10 സുന്നത്തുകളുണ്ട്. ഇതൊക്കെ നമ്മൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.